ഡേ ബിഫോർ നീറ്റ് എക്സാമിന് തൊട്ട് മുൻപുള്ള ദിവസം, അതായത് ശനിയാഴ്ച. കഴിഞ്ഞ ഒരു വർഷമോ അതിലേറെയോ ആയി സീരിയസ് ആയി നീറ്റിന് പ്രിപ്പയർ ചെയ്ത ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിലെ ഏറ്റവും സ്ട്രെസ്ഫുള്ളായ, ഒരുപക്ഷെ ഏറ്റവും അൺസേർട്ടൈനായ ദിവസങ്ങളിലൊന്നായിരിക്കും അന്ന്. എന്നാൽ എങ്ങനെ നമുക്ക് ആ ഒരു ദിവസത്തെ, നീറ്റിന് തൊട്ട് മുൻപുള്ള ശനിയാഴ്ച ദിവസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ നീറ്റിൻ്റെ ദിവസത്തെയും ഏറ്റവും ഫലപ്രദമായി സ്ട്രെസ്സുകളൊന്നും ഇല്ലാതെ നമ്മളെ ഏറ്റവും മാക്സിമം പ്രൊഡക്റ്റീവായി നിലനിർത്താം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യരുതാത്തതെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 2 ടൈപ്പ് ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് എക്സാമിന് ആകെ സ്ട്രെസ്ഡായി, ആകെ ടെൻസ്ഡായി, എന്തൊക്കെ ടോപ്പിക്സ് പുതിയതായിട്ട് നോക്കാം, എവിടെയൊക്കെ എന്തൊക്കെയോ മറന്നു പോയിട്ടുണ്ട്, ഞാൻ അങ്ങനെ മറന്നിട്ടുണ്ട്, ഇങ്ങനെ മറന്നിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് നടക്കുന്ന ഒരു ടീമും. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ ചില്ല്ഡായിട്ട് ഒന്നുമേ പഠിക്കാതെ നടക്കുക. കാരണം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടെൻഷൻ വന്നാലോ എന്ന് കരുതി ഒട്ടും പഠിക്കാതെ നടക്കുക. എനിക്ക് തോന്നുന്നൊരു കാര്യം, എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും ഇടയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശനിയാഴ്ച പകല് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും സൺഡേയിലെ എക്സാമിന് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളടക്കം സൺഡേയിലെ എക്സാമിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പറാകാൻ പോകുന്ന, 1ാം റാങ്ക് വാങ്ങിക്കാൻ പോകുന്ന കുട്ടി അടക്കം കടന്നു പോകുന്നത് നിങ്ങളുടെ അതേ മെൻറ്റാലിറ്റിയിലൂടെയാണ്, നിങ്ങളുടെ അതേ മാനസികാവസ്ഥയിലൂടെയാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പഠിച്ച എവിടെയെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാകും, എല്ലാവരും ഇതേ അവസ്ഥയിലൂടെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ചെയ്യേണ്ടത്, ടെൻഷൻ മറികടക്കാൻ വേണ്ടി ഒട്ടുമേ പഠിക്കാതെ, ഒട്ടുമേ പുസ്തകം നോക്കാതെ ചില്ല്ഡായി നടക്കുന്നതിനപ്പുറത്ത് ഇടവേളകൾ എടുത്തുകൊണ്ട് കുറച്ചൊക്കെ റിലാക്സ് ആവുകയും കുറച്ചൊക്കെ പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള പാട്ടുകളും മറ്റുമൊക്കെ കേൾക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം, ഭയങ്കര ഹൈ ക്വാണ്ടിറ്റി ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്, ലൈറ്റായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം പാട്ടൊക്കെ കേട്ടിരിക്കുക. അതിനുശേഷം ഒരു 2 hour പഠിക്കുക, ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. വീണ്ടും ഒരു 2 hour പഠിക്കുക. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ പഠിക്കുക. ഈ പഠിക്കുന്ന സമയത്ത് പുതിയ ടോപ്പിക്സ് ഒരിക്കലും പഠിക്കരുത്. പുതിയ ടോപ്പിക്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും നിങ്ങൾ നോക്കാത്ത, ഇതെങ്ങാൻ ചോദിച്ചാലോ എന്ന് കരുതി ഒട്ടും അറിയാത്തൊരു ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാൻ നിന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകും. അത് പകരം ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് റിവൈസ് ചെയ്യുക. എങ്ങനെയാണ് റിവൈസ് ചെയ്യുക? യു ടേക്ക് ബയോളജി ടെക്സ്റ്റ് ബുക്ക്. ഓരോ ചാപ്റ്ററും ഓരോ പേജും ജസ്റ്റ് മറിച്ച് വിടുക. നിങ്ങൾ ഓരോ പേജും മറിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത്തരത്തിൽ ഓരോ പേജും പെട്ടെന്ന് മറിച്ച് അത് നിങ്ങളുടെ ഉള്ളിലൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പരീക്ഷയ്ക്ക് ആ ഒരു മെമ്മറി ബൂസ്റ്റപ്പ് ഏറ്റവും നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ചെയ്യേണ്ടത്, ഫിസിക്സിൽ ഇക്വേഷൻസ് എല്ലാം വളരെ ക്വിക്കായിട്ട് ഇതുപോലെ സമയമെടുത്ത് തന്നെ ഈ 2 മണിക്കൂർ പഠന സമയങ്ങളിൽ അതിനിടയിൽ അരമണിക്കൂറൊക്കെ ഗ്യാപ്പ് എടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു 2 മണിക്കൂറുകൾ പഠിക്കണമെന്ന്. ആ സമയങ്ങളിൽ ഫിസിക്സിലെയൊക്കെ ഇക്വേഷൻസ് ഒന്ന് നോക്കി പോവുക. പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഓർമ്മ വരാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വളരെയധികം മറന്നു എന്നൊക്കെ തോന്നുന്ന ചില ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. കെമിസ്ട്രിയിൽ ഉറപ്പായിട്ടും ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് എല്ലാം, അത് എനിക്ക് തോന്നുന്നു NCERT വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് നോക്കുക. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. അത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് സ്ട്രെസ് ആവാത്ത രീതിയിൽ ഒന്ന് ക്വിക്ക് റിവിഷൻ ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആയിരിക്കണം നാളത്തെ സാറ്റർഡേനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്, വൈകുന്നേരം വരെയുള്ള സമയത്തെ. ഇനി രാത്രി നേരത്തെ പരമാവധി അധികം ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം നമുക്ക് ഉറക്കം വരില്ല അല്ലേ, ഒരു പരിധിവരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും, ടെൻഷൻസ്, പലതരം എലമെൻറ്റുകൾ കാരണം ഉറക്കം വരാത്ത ഒരു രാത്രിയായിരിക്കും. പക്ഷേ പരമാവധി എന്നും കിടക്കുന്നതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ നേരത്തെ കിടക്കാൻ ശ്രമിക്കുക. റിലാക്സ്ഡായി കണ്ണടച്ച് നാളത്തെ ദിവസം നിങ്ങൾക്കറിയുന്നത് മാത്രമേ ചോദിക്കൂ എന്നുള്ള ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ വെച്ച് സന്തോഷത്തോടെ സമാധാനമായിട്ട് കിടക്കാൻ ശ്രമിക്കുക. രാവിലെ നേരത്തെ വിളിച്ചുണർത്താൻ
വളരെ നേരത്തെ എണീക്കേണ്ട, ഒരു 6-7 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ഉണർത്താൻ പേരൻസിനെ ആരെങ്കിലും ഏൽപ്പിക്കുക, കൃത്യമായിട്ട് എണീക്കുക. എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഇതുപോലൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. കുറച്ച് സമയം കൂടി ഇരുന്ന് പഠിക്കുക. നിങ്ങൾ ഏറ്റവും മറന്നുപോയി എന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ബയോളജിയൊക്കെ ഒന്ന് മറിച്ച് പറ്റുന്ന പോലെ ഒരിക്കലും നിങ്ങൾ സ്ട്രെസ്ഡ് ആയ രീതിയിൽ റിവിഷനിലേക്ക് പോകരുത്. ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് മാത്രം അത് ചെയ്യുക. അതിനുശേഷം ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക. പിന്നെ എക്സാമിന് പരമാവധി നേരത്തെ പോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പരമാവധി നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത് എക്സാം ഹാളിൽ നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും എത്തുന്ന രീതിയിൽ, എന്നാൽ ഹറിബറി ആയി പോവാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടൊക്കെ. നമ്മൾ കാറിലൊക്കെ എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടൊന്നും പോവേണ്ടി വരരുത് എക്സാമിന്. അപ്പോൾ അത്യാവശ്യം നേരത്തെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒട്ടും ടെൻസ്ഡ് അല്ലാതെ എക്സാം ഹാളിൽ എത്തുന്ന രീതിയിൽ തന്നെ നേരത്തെ ഇറങ്ങുക. ഇനി പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബയോഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ തെറ്റിക്കാതിരിക്കുക എന്നുള്ളത്. ആ സമയത്തൊന്നും നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആലോചിക്കരുത്. കോൺഷ്യസ് ആയിട്ട് വോളണ്ടറി ആയിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങളെപ്പറ്റി പിന്നീട് എന്ത് വിചാരിക്കും, എക്സാമിൽ റാങ്ക് ഒരു ഇത്തിരി താഴ്ന്നു പോകുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കാളും നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ കസിൻസിനേക്കാളും നിങ്ങളുടെ നാട്ടിലുള്ള മറ്റു കുട്ടികളെക്കാളൊക്കെ മികച്ച ആളുകളാണ് നിങ്ങൾ എന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടായിക്കോട്ടെ. കഴിഞ്ഞ ഒരു വർഷം അവരെല്ലാവരും എവിടെയെങ്കിലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് വെറുതെ നടന്ന സമയത്ത്, അവർ ഡിഗ്രി എടുത്ത് റിലാക്സ്ഡായി നടന്ന സമയത്ത്, അവർ മറ്റെന്തെങ്കിലും ചില്ലഡായി നടന്ന സമയത്ത്, കഴിഞ്ഞ ഒരു വർഷം കഷ്ടപ്പെടാൻ വേണ്ടി മാറ്റിവെച്ച, കഷ്ടപ്പെടാൻ വേണ്ടി നീക്കിവെച്ച, ഹാർഡ് വർക്ക് ചെയ്യാൻ മെൻറ്റാലിറ്റിയുള്ള, ലോകത്തെ വളരെ മിനിമം ആളുകളിൽപ്പെട്ട, ലോകത്തെ വളരെ കുറച്ച് ആളുകളിൽപ്പെട്ട, ലോകത്തെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വിജയിക്കാൻ പോകുന്ന, ബിലീവ് മീ, എൻട്രൻസ് കിട്ടുമോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ ക്യാപ്പബിലിറ്റിയുള്ള, മെൻറ്റാലിറ്റിയുള്ള മനുഷ്യർ വിജയിച്ചിരിക്കും. അങ്ങനെ വിജയിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. അവരെക്കാളെല്ലാം മെച്ചപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ബോധ്യം നിങ്ങളിലുണ്ടായിക്കോട്ടെ. നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഇൻ കേസ് എൻട്രൻസ് ഒരിത്തിരി പ്രശ്നമായാലോ, അങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒട്ടുമേ വരരുത്. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ വരാതിരിക്കുക എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബയോഡാറ്റ ഫില്ലിങ്ങൊക്കെ ഇത്തരത്തിലുള്ള ടെൻഷനൊന്നും കാരണം തെറ്റിക്കാതെ വളരെ നന്നായി തന്നെ ബയോഡാറ്റ ഒക്കെ ഫില്ല് ചെയ്യുക. പിന്നീട് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന രീതിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം പ്രൊഡക്ടിവിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം എപ്പോഴും ബയോളജി എഴുതുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ബയോളജി എഴുതുന്ന സമയത്ത് ബയോളജി നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 1 വേർഡായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. നിങ്ങൾ ബയോളജി ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാലും ഫിസിക്സ് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാലും ഒരേ മാർക്കാണ്. ബയോളജി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഒരു പക്ഷേ 1/2 മിനിറ്റ് പോലും എടുത്തെന്ന് വരില്ല. അതേ കാര്യം ഫിസിക്സിലും കെമിസ്ട്രിയിലും ചില ക്വസ്റ്റ്യനൊക്കെ 1.5 മിനിറ്റിലധികം പോയേക്കാം. അപ്പോൾ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും എങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റിയ ബയോളജിയാണ്. അപ്പോൾ ആദ്യം ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ബയോളജി ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുക കെമിസ്ട്രിയാണ്, അതിനുശേഷം ഫിസിക്സ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്തു പോകുമ്പോൾ, അത് ബയോളജിയിലായിക്കോട്ടെ, കെമിസ്ട്രിയിലായിക്കോട്ടെ, ഫിസിക്സിലായിക്കോട്ടെ, നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഒരു ചോദ്യത്തിൽ ഡൗട്ട് വന്നാൽ ആ ഡൗട്ടിൽ ഒരു സെക്കൻഡ് സമയം പോലും പാഴാക്കരുത്. ഡൗട്ട് വന്നാൽ ആ ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻ്റെ സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, ഇനി ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും വന്ന ഡൗട്ട് അല്ല, അതിനപ്പുറത്ത് ഒട്ടുമേ അറിയാത്തത് അല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് ഡൗട്ടിനപ്പുറത്ത് ഒരു ഇത്തിരി കൂടെ ടഫാണ് എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫിസിക്സിലെ 3-ാമത്തെയോ 4-ാമത്തെയോ ചോദ്യമായിരിക്കാം ഒരുപക്ഷെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് അതിൽ സമയം കളയാന്നുള്ള പരിപാടി ഒരിക്കലും ഉണ്ടാവരുത്. ആ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ എഴുതി വെക്കുക, ദിസ് ഈസ് ഒരു T എന്നിട്ട് കൊടുക്കുക, ബിറ്റ് ടഫാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരിത്തിരി സമയമെടുക്കും, കുറച്ച്, അങ്ങനെയാണെങ്കിൽ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ, അതിന് D ഇട്ട് കൊടുക്കുക, TD. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകാൻ പറ്റും. നിങ്ങൾ ചില ചോദ്യത്തിൽ സമയം കൂടുതൽ ചിലവഴിച്ചാൽ ഒരു പക്ഷേ ലാസ്റ്റിലോട്ട് വളരെ സിമ്പിളായിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത, ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റണം.
അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനിടയിൽ ടഫോ അല്ലെങ്കിൽ ഡൗട്ട്ഫുള്ളോ ആയിട്ട് തോന്നുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ സമയം സ്പെൻഡ് ചെയ്യാതെ വളരെ പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക, അതിൻ്റെ സൈഡിൽ എഴുതി വെക്കുക. ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് എഴുതുന്ന മഹാഭൂരിഭാഗം കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കിത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ മിക്കവാറും ഇന്ത്യയിലെ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആകും. ഒരു ചോദ്യം അങ്ങ് ഡിഫിക്കൽട്ട് ആകുമ്പോഴത്തേക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചോദ്യം കാണുന്നു, അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്, ഇത്തിരി ടഫാണ്. അപ്പോൾ നമ്മൾ അയ്യോ ഞാൻ എന്താ ചെയ്യുക, എക്സാം ഇങ്ങനെ ആയില്ലോ, എനിക്ക് ഈ ചോദ്യം കിട്ടിയില്ലല്ലോ എന്ന ചിന്ത നിങ്ങളിൽ വേണ്ട. ഇന്ത്യയിലെ ഒരു കുട്ടിയും ആ ചോദ്യം എഴുതാൻ പോകുന്നില്ല. ആ ഒരു മെൻറ്റാലിറ്റിയിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യുക. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കോമ്പറ്റീഷൻ പാർട്ടിൽ വരുന്നില്ല. യു ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നില്ല, ഓക്കെ ഫൈൻ. നിങ്ങൾ അപ്പോഴും ആലോചിക്കേണ്ട ഇതാണ്, ഇത് ഇന്ത്യയിലെ എല്ലാവർക്കും ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് മുഴുവൻ ക്വസ്റ്റ്യനും കവർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡി എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. കാരണം അത് നിങ്ങളുടെ കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുള്ളൂ, ഇത്തിരി സമയമൊക്കെ കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഡൗട്ട്ഫുൾ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതിനുശേഷമാണ് പിന്നീട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ടഫ് എന്ന് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അത് ആൻസർ ചെയ്യാൻ വേണ്ടി ചിലവഴിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ 3 റൗണ്ടിലായിരിക്കണം നിങ്ങൾ എക്സാം എഴുതി തീർക്കേണ്ടത്. ആദ്യം സിമ്പിളായിട്ട് കിട്ടുന്നതെല്ലാം ആൻസർ എഴുതി പോകുക, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ആ ഒരു ഓർഡറിൽ. അതിനുശേഷം ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ചിലപ്പോൾ ബയോളജിയിൽ തന്നെയോ ഡൗട്ട്ഫുൾ എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ അത് ഡി എന്ന് മാർക്ക് ചെയ്യുക, അത് എഴുതുക. അതിനുശേഷം ടഫ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ എഴുതുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എക്സാം എഴുതുക, പോസിറ്റീവായ മൈൻഡോട് കൂടി ഇരിക്കുക. എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റായിട്ട് എൻട്രൻസ് എക്സാം എഴുതാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ കിട്ടാനും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ബഡീസ്. ബൈ.